നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ സുപ്രധാന നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചു. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസിൽ പറയുന്നത്. വീണയ്ക്കൊപ്പം 8 CMRL ഉദ്യോഗസ്ഥർമാർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് വീണയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി എത്തേണ്ടത്. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയും CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. വീണയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് ഇഡി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇഡി ഡയറക്ടറായ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. വീണയ്ക്കെതിരെ അടക്കം കേസിൽ ശേഖരിച്ച വിവരങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പച്ചക്കൊടി ലഭിച്ച സാഹചര്യത്തിലായിരുന്നു നിർദ്ദേശം. അടുത്തിടെ നടത്തിയ റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൊന്ന് വീണയുടേതാണ്. HDFC ബാങ്കിലെ അക്കൗണ്ടിലെ പണം ഉൾപ്പെടെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിനായി വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇഡി. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ഇഡി ആലോചിക്കുന്നുണ്ട്. റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാങ്ക് രേഖകളും നിലവിൽ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയിലാണ്. CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ തെളിവുകളുടെ പഴുതടച്ച അന്വേഷണമാണ് ഇഡി നടത്തുന്നത്. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നതാണ് കേസ്. അതിനിടെ എക്സാലോജിക് CMRL ഇടപാട് കേസിൽ വീണ വിജയനും CMRLനും തിരിച്ചടി. SFIO കുറ്റപത്രത്തിൽ ഭാഗമായുള്ള പ്രധാന രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിട്ടുകൊടുക്കണമെന്ന് ഉത്തരവിട്ട കോടതി വിധിയും വീണയ്ക്ക് തിരിച്ചടിയായിരുന്നു. ഇഡി നൽകിയ അപേക്ഷയിൽ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുടേതാണ് വിധി. 54 വാല്യങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്ന 134 നിർണായക രേഖകളാണ് ഇഡിക്ക് കൈമാറേണ്ടത് എന്ന് ഹൈക്കോടതി വിലയിരുത്തിയത്. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ IT റിട്ടേൺസ് എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടും. വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഇഡി വിശദമായ അന്വേഷണം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രേഖകൾ ഇഡിക്ക് നൽകുന്നതിനെ CMRL ശക്തമായി എതിർത്തുവെങ്കിലും ഫലം ഉണ്ടായില്ല. വീണയ്ക്ക് പുറമെ എക്സാലോജിക്, ശശിധരൻ കർത്ത, CMRLന്റെ സഹോദര സ്ഥാപനം എന്നിവരാണ് മറ്റ് പ്രതികൾ. സേവനം നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. CMRL 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. മൊഴിയെടുപ്പ് അടുത്ത ഘട്ടം കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമാണ് ഇഡി കേസ് അന്വേഷിക്കുന്നത് എന്നതിനാൽ പണത്തിന്റെ ഉറവിടം അത് എന്തിനാണ് നൽകിയത് എന്നും വ്യക്തമാക്കേണ്ടതും പണം വാങ്ങിയ ആളുടെയും നൽകിയ ആളുടെയും ഉത്തരവാദിത്തമായി മാറും. അതുകൊണ്ട് മൊഴിയെടുപ്പ് തന്നെയാകും അടുത്ത ഘട്ടം. CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിന് പിന്നിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇക്കാര്യം ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ MLAയും പ്രതികരിച്ചിട്ടുണ്ട്. കേസിൽ വിജിലൻസ് അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ പിണറായി വിജയൻ പ്രതിയാകും. മുൻപ് വിജിലൻസിന് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നുവെന്നും MLA പറയുന്നു. നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന ഷോൺ ജോർജ് ആദ്യമേ പറയുന്നത് ഇപ്പോൾ ഇതാ ശരിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് കോടതി വിധി എന്നായിരുന്നു അന്ന് കോടതിയിൽ നിന്നും വീണയ്ക്ക് എതിരെയുള്ള വിധി കേട്ട് ഷോൺ ജോർജ് പ്രതികരിച്ചത്. പുതുതായി തെളിവ് ശേഖരണം എന്നു കരുതുന്നില്ല. കുഴൽനാടന്റെ കേസും തന്റെ കേസും രണ്ടാണ്. നടന്ന ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ല. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണെന്നും ഷോൺ ജോർജ് പറയുന്നു. നൽകാത്ത സേവനത്തിന് ഇൻവോയ്സ്, നൽകാത്ത സേവനത്തിനാണ് ഇൻവോയ്സ് എന്നും ഷോൺ ജോർജ് പറയുന്നു. GST തട്ടിപ്പും നടത്തി. സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ കേസെടുക്കാം. വീണ ഇടനിലക്കാരിയാണെന്നും പ്രതി പിണറായി വിജയനാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു.